ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ വരട്ടിയതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ ചിക്കൻ വരട്ടിയത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1.5 കിലോ ചിക്കനാണ് ഞാൻ എടുത്തത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് ഗരം മസാലയാണ്. 1 ടീസ്പൂണാണ് ഗരം മസാല ചേർക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം 20 മിനിറ്റ് ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും 12 ചെറിയ ഉള്ളിയുമാണ് ഞാനിപ്പോൾ ചേർത്തത്. ചെറിയ ഉള്ളി ഓരോന്നും രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഈ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്തത്. നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്തും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് സവാളയാണ്. 4 സവാള ഞാൻ ചേർക്കുന്നുണ്ട്. 1.5 കിലോ ചിക്കനുണ്ട്. അപ്പോൾ ഒരു 4 സവാളയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്തും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് മാത്രമാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് ഞാൻ 3 പച്ചമുളകാണ് ചേർത്തത്. നല്ലതുപോലെ ഒന്ന് വഴച്ചെടുക്കണം. സവാളയൊക്കെ നന്നായിട്ട് ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. 1/2 ടേബിൾ സ്പൂൺ വീതം മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അതുപോലെ 1 ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി പൊടികളെല്ലാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയാണ് ചേർക്കാനുള്ളത്. തക്കാളി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഈ മസാലയുമായിട്ട് ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഞാൻ ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചേർത്ത പൊടികളെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സായി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തത്. ഇപ്പോൾ തക്കാളി ഈ മസാലയുമായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ വരട്ടിയതിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് 1.5 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ ഈ എടുത്തു വെച്ചിരുന്ന ചിക്കൻ മുഴുവൻ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഈ മസാലയുമായിട്ട് ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഈ ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു സ്പെഷ്യൽ ചിക്കൻ വരട്ടിയതാണെന്ന്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഈ തേങ്ങാപ്പാലിലാണ് ഈ ചിക്കൻ വരട്ടിയെടുക്കുന്നത്.
അപ്പോൾ ഞാനിവിടെ ഒന്നാം പാലാണ് ചേർക്കുന്നത്. 1 കപ്പ് ഒന്നാം പാൽ ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് അടച്ചു വയ്ക്കാൻ പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ അടച്ചു വെച്ചിട്ട് ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇതിനു മുമ്പ് ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ചിക്കൻ റോസ്റ്റിൽ ഇതുപോലെ തേങ്ങാപ്പാലൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ വരട്ടിയതാണ്. അപ്പോൾ ഈ തേങ്ങാപ്പാലിലാണ് ഈ ചിക്കൻ വേവിച്ചെടുത്തിട്ട് അത് നമ്മൾ വരട്ടിയെടുക്കുന്നത്. ഇനി ഇത് അടച്ചു വെക്കേണ്ട, തുറന്ന് തന്നെ വെച്ചിട്ട് ഈ ചാറൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. എല്ലാ ചിക്കൻ്റെ കഷ്ണങ്ങളിലും മസാലയൊക്കെ നന്നായിട്ട് പൊതിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചിക്കൻ എല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ ചിലർക്ക് ഇത്രയും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ വരട്ടിയതിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് തരാൻ മറക്കരുതേ. അതുപോലെ നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.